വാതിൽപ്പടി വിതരണക്കാർ അനിശ്ചിതകാല സംഘത്തിലേക്ക് പോകുകയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഓണക്കാലത്ത് അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. ജൂൺ മാസം 25% കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഈ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് സമരത്തിലേക്ക് പോകുന്നതെന്ന് അവർ അറിയിച്ചത്. എന്താണ് അവസ്ഥ? അവർ സമരത്തിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഓണത്തിന് തൊട്ട് മുന്നേ 13-ാം തീയതി വൈകുന്നേരം 6:30 മണിക്കാണ് ആ അക്കൗണ്ടിലേക്കുള്ള പണം അനുവദിച്ചത്. അവരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഓണം കഴിഞ്ഞ് 18-ാം തീയതി അവർക്ക് 2.5 മാസത്തെ കുടിശ്ശിക നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക് പോകേണ്ടുന്ന ആവശ്യമില്ല. 1 മാസം 2 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ സമരം എന്നുള്ള ആ ഒരു ശൈലി എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് ഇതുപോലുള്ള ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാളെ അവർക്ക് കിട്ടും. നാളെ ഓഫീസുകളുടെ പ്രവർത്തനം നാളെ വരെ ആരംഭിക്കും. ട്രഷറി അടക്കമുള്ള ബാങ്കുകളടക്കമുള്ള സ്ഥാപനങ്ങളുടെ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം നടപടികൾ പൂർത്തിയാക്കാനുള്ള വേഗതയിൽ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ മേഖലകളിലും നമുക്ക് ഉള്ള ധനപ്രയാസങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണല്ലോ. എന്നാൽ അതിനിടയിലും ക്ഷേമപ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള ഭക്ഷ്യ പൊതുവിതരണ രംഗം അടക്കമുള്ള സപ്ലൈകോ അടക്കമുള്ള അത്തരം കേന്ദ്രങ്ങളിലെ പോരായ്മകൾ, കുറവുകൾ മാറ്റാനുള്ള നല്ല പരിശ്രമമാണ് ഗവൺമെൻറ് എടുത്തത്. അത് പരിപൂർണമായും വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ വാതിൽപ്പടി വിതരണം അതുപോലുള്ള കുറച്ച് വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച് നിൽക്കുന്നവർക്കുള്ള കുടിശ്ശിക കൊടുക്കുന്നതിന് ആ സമയത്ത് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും.